ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ശക്തനായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ ജിൻഡോ എന്നുള്ളതിൽ 100% നമുക്ക് ഉറപ്പാണ്. എന്തായാലും ജിൻഡോ കപ്പടിച്ചു, വിന്നറായി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാ മത്സരാർത്ഥികളും തന്നെ 90% മത്സരാർത്ഥികളും ജിൻഡോയാണ് കപ്പടിക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ ജിൻഡോ കള്ളത്തരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ജിൻഡോക്ക് കപ്പ് കിട്ടിയതിന്റെ പേരിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമേ ഇപ്പോൾ മത്സരാർത്ഥികളിൽ മോശം അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ജിൻഡോ ഹൗസിലിരിക്കുന്ന സമയത്ത് ജിൻഡോയുടെ ആ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞിരുന്നു. അത് ലൈവിൽ എല്ലാവരും കണ്ടതായിരിക്കണം, എപ്പിസോഡിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ ക്ലീനിങ് ബോയ് ആയിട്ട് ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഛർദ്ദിച്ചത് കോരിയിട്ടിട്ടാണ് ഞാൻ അന്നൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നത്. അപ്പോൾ ഒരു ആള് ഛർദ്ദിച്ചത് കോരിയിട്ടിട്ടുണ്ടെങ്കിൽ 10 രൂപ വെച്ച് കിട്ടും. അപ്പൊ അന്നൊക്കെ ഞാൻ ഒരു ദിവസം 10 പേര് ഛർദ്ദിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് വരെ ജിൻഡോ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും തന്നെ, ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് വളരെ വ്യക്തമായിട്ട് അത്രയും ഡീസന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ തുറന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ ജിൻഡോ എന്നുള്ളതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജിൻഡോ ഇത്രയധികം പ്രേക്ഷക പിന്തുണ നേടിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എന്തായാലും ജിൻഡോയുടെ ലൈഫ് സ്റ്റോറിയിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ജിൻഡോ ഇത്രയധികം വോട്ട് പിടിക്കാനുള്ള കാരണം ഒരു അമ്മ സ്നേഹിയായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും. അമ്മയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജിൻഡോ ഹൗസിൽ നിന്ന് ഏതൊരു മത്സരാർത്ഥി പുറത്തു പോയാലും വളരെയധികം വിഷമത്തോടു കൂടിയാണ് അത് കാണുന്നത്. ആ പോകുന്ന വ്യക്തിയെ വളരെയധികം സ്നേഹത്തോടു കൂടിയായിരിക്കും ജിൻഡോ പെരുമാറുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജിൻഡോക്ക് അത്രയും ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ജിൻഡോ കപ്പടിക്കാൻ അത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. പിന്നെ അൻസിബ ഒക്കെ പുറത്തിറങ്ങിയ സമയത്ത് അൻസിബ ജിൻഡോയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജിൻഡപ്പനെ ഒത്തിരി ഇഷ്ടമാണ്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എന്തായാലും ജിൻഡോ കപ്പടിക്കും എന്നൊക്കെ അൻസിബ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജിൻഡോയെ കുറിച്ചുള്ളത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ.